ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ജാവാസ്ക്രിപ്റ്റ് അബ്സ്ട്രാക്ഷൻ എന്താണെന്നും എന്തിനാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിൽ അബ്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത് എന്നതിനെ കുറിച്ചുമാണ്. അബ്സ്ട്രാക്ഷൻ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഹൈഡ് ഡീറ്റെയിൽസ് ആൻഡ് ഷോ എക്സ്റ്റൻഷൻ, അതായത് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ പ്രോഗ്രാമിലുള്ള എല്ലാ ഡീറ്റെയിൽസുകളും നമുക്ക് ഹൈഡ് ചെയ്തു വെക്കുകയും നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എക്സാമ്പിൾ നമുക്ക് ATM, നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു ATM കുറിച്ച് പറയാം. നമ്മളൊരു ATM കൗണ്ടറിൽ ചെന്നാൽ നമുക്കവിടെ ഒരു സ്ക്രീന് കാണാം. അതേപോലെ തന്നെ കുറച്ച് ബട്ടൺസുകളും നമുക്ക് അവിടെ കാണാം. ഓക്കെ, നമുക്ക് നമ്മുടെ കാർഡ് ഇട്ടതിന് ശേഷം നമുക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്നിൻ്റെ ബാലൻസ് അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷനുകൾ തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പിൻ കോഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബാലൻസ് ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ബാലൻസ് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു തരും. അതേപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും അമൗണ്ട് പിൻവലിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കത് അമൗണ്ട് പിൻവലിക്കാനും നമുക്ക് സാധിക്കും. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ അക്കൗണ്ടിൽ എത്ര ബാലൻസ് ഉണ്ടെന്ന് ഉണ്ടെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ അതിൻ്റെ ആവശ്യമായിട്ടുള്ള ബാലൻസ് ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് നടക്കുന്നത് നമുക്കറിയുന്നില്ല. പക്ഷെ നമുക്ക് വേണ്ട കാര്യങ്ങൾ, അതായത് നമുക്കിപ്പോൾ വേണ്ടത് അക്കൗണ്ട് ബാലൻസ് ആണ്, അത് മാത്രമായിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്തു വരുന്നു, നമ്മുടെ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തു വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അബ്സ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്ക് വേണ്ട ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ ഹൈഡ് ചെയ്തു വെക്കുകയും നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നതിനെയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റ് അബ്സ്ട്രാക്ഷൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ടൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപത്തിൽ തന്നെ നമ്മുടെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിന് മുമ്പ് ചെയ്തു വെച്ച പ്രോഗ്രാം ഇവിടെ ഉണ്ട്. ഇത് ഞാനിവിടുന്ന് എന്ത് ചെയ്യുന്നു, ഒഴിവാക്കുന്നു. അതിനുശേഷം നമുക്കിവിടെ ഒരു പ്രോഗ്രാം ടൈപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇവിടെ ഒരു ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്നിട്ട് കൊടുത്തു. ഫംഗ്ഷൻ്റെ പേര് നമ്മൾ എംപ്ലോയി എന്നാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചോയ്സ് ആണ്, എന്ത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പാരാമീറ്റർ ആയിട്ട് നെയിം, അതേപോലെ തന്നെ ഏജ്, അതേപോലെ തന്നെ ബേസ് സാലറി എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമ്മൾ ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റ് നമ്മൾ ഇതുപോലെ ഓപ്പൺ ചെയ്ത് കൊടുത്തു. ഇനി ഇതിനെല്ലാം ദിസ് എന്നുള്ള കീവേഡ് വെച്ചിട്ട് എല്ലാം ഈക്വലൈസ് ചെയ്യാണ്. അപ്പോൾ ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് ചേർത്ത് കൊടുത്തു. അതായത് നമ്മൾ വാല്യൂ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് വാല്യൂ ഇവിടുന്ന് സെൻഡ് ചെയ്യുമ്പോൾ അത് രണ്ടും ഈക്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദിസ് എന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. അതേപോലെ ദിസ് ഡോട്ട് ഏജ് ഈക്വൽ ടു ഏജ് എന്ന് നമ്മൾ ചേർത്ത് കൊടുത്തു. അതേപോലെ ദിസ് ഡോട്ട് ബേസ് സാലറി ഈക്വൽ ടു ബേസ് സാലറി എന്നും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമ്മളിവിടെ മറ്റൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്തു. ഇത് നമ്മൾ ലെറ്റ് എന്ന കീവേഡ് വെച്ചിട്ടാണ് വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ മന്ത്ലി ബോണസ് എന്നാണ് നമ്മൾ ഈ വേരിയബിളിൻ്റെ പേര് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ വന്ന് മന്ത്ലി ബോണസ് എന്ന് നമ്മൾ ഈ വേരിയബിളിന് പേരും കൊടുത്തു. ഇതിൻ്റെ വാല്യൂ ഞാനിവിടെ 1000 എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, മന്ത്ലി ബോണസ്, അതിൻ്റെ വാല്യൂ ഇവിടെ വന്ന് ഞാൻ 1000 എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു ഫംഗ്ഷന് കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷന് നമ്മളിവിടെ വന്ന് ആരോ ഫംഗ്ഷനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ലെറ്റ് എന്നിട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് കാൽക്കുലേറ്റ് ഫൈനൽ സാലറി എന്നാണ് നമ്മൾ ഈ ഫംഗ്ഷൻ്റെ പേര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റ് ഫൈനൽ സാലറി എന്ന് നമ്മളിവിടെ ഈ ക്ലാസ്സിന് പേര് കൊടുത്തു. ഓക്കെ, ഈക്വൽ ടു ആരോ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഫംഗ്ഷൻ ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഈ രൂപത്തിൽ ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ മറ്റൊരു വേരിയബിൾ ലെറ്റ് എന്ന കീവേഡ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്തു. ലെറ്റ് എന്നിട്ട് ഇവിടെ വന്ന് ഫൈനൽ സാലറി എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഫൈനൽ സാലറി എന്ന് പറയുന്നത് ബേസ് സാലറി പ്ലസ് മന്ത്ലി ബോണസ് കൂടി ചേർന്നാണ് എന്തായിട്ട് വരുന്നത്, ഫൈനൽ സാലറി ആയിട്ട് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്, ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് കൺസോൾ ഡോട്ട് ലോഗ് ഇട്ടതിന് ശേഷം നമുക്ക് സ്ക്രീനിൽ എന്താണോ മെസ്സേജ് പ്രിന്റ് ചെയ്യേണ്ടത് അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഫൈനൽ സാലറി
ഇട്ടതിന് ശേഷം സാലറി ഈസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് പ്ലസ് കീവേഡ് പ്ലസ് ഇട്ടതിന് ശേഷം നമ്മളിവിടെ വന്ന് ഫൈനൽ സാലറി എന്നും ചേർത്ത് കൊടുത്തു. ഫൈനൽ സാലറി എന്ന് ചേർത്ത് കൊടുത്ത് സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഫംഗ്ഷൻ, ഇതിൻ്റെ ഉള്ളിലെ ഈ ഫംഗ്ഷന് നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ വാല്യൂസ്, അതായത് നമ്മൾ ഇപ്പോൾ ഇവിടെ നമുക്ക് ഫൈനൽ സാലറി മാത്രമാണ് ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്കിതിൻ്റെ ആ എംപ്ലോയിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പ്രിന്റ് ചെയ്യാൻ നമ്മൾ മറ്റൊരു വേരിയബിൾ കൂടി ക്രിയേറ്റ് ചെയ്യാണ്. അപ്പോൾ ലെറ്റ് എന്ന കീവേഡ് ഉപയോഗിച്ചു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഗെറ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗെറ്റ് EMP ഡീറ്റെയിൽസ്, അത് ഞാൻ താൽക്കാലികമായിട്ടൊന്ന് ചുരുക്കുന്നുണ്ട്. ഡീറ്റെയിൽസ് ഈക്വൽ ടു ആരോ ഫംഗ്ഷൻ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഫംഗ്ഷൻ ഇട്ടതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. അതിനുശേഷം ഇതുപോലെ ബ്രാക്കറ്റ് നമ്മൾ ഈ രൂപത്തിൽ ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ലോഗ് ഫംഗ്ഷന്, ലോഗിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമുക്ക് ആൻസർ പ്രിന്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് ലോഗ് ഇട്ടതിന് ശേഷം നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വേണ്ട ഡാറ്റാസ് ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമുക്കിവിടെ വന്ന് നെയിമാണ് പ്രിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിവിടെ വന്ന് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ആ എംപ്ലോയിൻ്റെ നെയിം എന്താണോ അത് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വന്ന് ദിസ് ഡോട്ട് നെയിം എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി അടുത്തത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഏജ് ആണ്. ഏജ് എന്നിട്ടതിന് ശേഷം നമ്മൾ നേരത്തെ കൊടുത്ത രൂപത്തിൽ തന്നെ ദിസ് ഡോട്ട് ഏജ് എന്നും ചേർത്ത് കൊടുത്തു. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ഇത് രണ്ടും മാത്രം നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിച്ചാൽ മതി. ഓക്കെ, ഇതിന് താഴെ നമുക്ക് ആ മുകളിൽ കൊടുത്ത ആ ഫംഗ്ഷനെ കൂടി ഇവിടേക്ക് കോൾ ചെയ്തെടുക്കാം. അതായത് ഈ കാൽക്കുലേറ്റ് ഫൈനൽ സാലറി എന്ന ഫംഗ്ഷനെ കൂടി നമുക്ക് ഇങ്ങോട്ട് കോൾ ചെയ്ത് എടുക്കാം. ഓക്കെ, ഇനി അതിനുശേഷം നമ്മളിവിടെ വന്ന് പുതിയൊരു വേരിയബിൾ, ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. ലെറ്റ് ഒബ്ജക്റ്റിൻ്റെ പേര് EMP1 എന്ന് ചേർത്ത് കൊടുത്തു. ഈക്വൽ ടു ഒബ്ജക്റ്റ് ആയതുകൊണ്ട് നമ്മളിവിടെ ന്യൂ കീവേഡ് വെച്ചു. എന്നിട്ട് എംപ്ലോയി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു എംപ്ലോയിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. പേര് കൊടുത്തു. അതിനുശേഷം നമ്മളിവിടെ വന്ന് അവരെ ഏജ് എത്രയാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ അവരെ സാലറി എത്രയാണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് വെച്ച് ക്ലോസ് ചെയ്തു. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട്, ഒബ്ജക്റ്റ് EMP1 ആണ്, അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഗെറ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന ഭാഗത്തിന് നമുക്ക് ഇങ്ങോട്ട് കോൾ ചെയ്ത് എടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം അപ്പോൾ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നോഡ് എന്നതിന് ശേഷം നമ്മുടെ പ്രോഗ്രാമിൻ്റെ പേരെന്താണോ അത് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കുക. അപ്പോൾ ഇതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മളിവിടെ വന്ന് ഇതൊരു ഫംഗ്ഷൻ ആയിട്ടല്ല നമുക്കിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നാണ് നമുക്കിവിടെ എറർ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇവിടെ വന്ന് ഈ ഗെറ്റ് എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് ഒരു ഫംഗ്ഷൻ അല്ല എന്നാണ്. അപ്പം നമ്മളിവിടെ ലെറ്റ് എന്ന് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് നമുക്കിവിടെ എറർ വന്നത്. അപ്പോൾ ഈ ലെറ്റ് എന്നുള്ളത് മാറ്റി നമ്മളിവിടെ വന്ന് ദിസ് ഡോട്ട് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് സേവ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ നെയിം എന്താണോ അത് നമുക്കിവിടെ ചേർത്ത് വരുന്നുണ്ട്. അതേപോലെ ഏജ് എന്താണോ അത് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. അതേപോലെ ഫൈനൽ സാലറി എന്ന് പറയുന്നത് നമുക്കിവിടെ 3000 ആണ്. ഇവിടെ നമ്മൾ 2000 ആണ് കൊടുത്തിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് 3000 ആണ്. കാരണം നമ്മുടെ ഈ ബോണസ്, മന്ത്ലി ബോണസ് കൂടി ആഡ് ചെയ്തിട്ടുള്ള സാലറിയാണ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്നതും, അതായത് നമുക്ക് വേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് മന്ത്ലി ഫൈനൽ സാലറി എത്രയാണോ അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരണം. എന്നാൽ അതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെയാണോ നമുക്കിതിൻ്റെ ഫൈനൽ സാലറി കാൽക്കുലേറ്റ് ചെയ്തത് എന്ന് ഒരിക്കലും നമുക്കിവിടെ ഫുള്ളായിട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്ത് വരുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ജാവാസ്ക്രിപ്റ്റിലെ അബ്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ JavaScript Abstraction നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.